ഞാൻ പണ്ട് മൂന്നാർ പോയ സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിരുന്നു. ഞാൻ നമ്മുടെ വീസ്ട്രോമിലും എൻ്റെ ഫ്രണ്ട് എക്സ്പൾസിലുമായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും മൂന്നാറേക്ക് വിട്ടു. ഹൈവേ കഴിഞ്ഞ് അത്യാവശ്യം റൂറൽ ഏരിയ വന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈവൻ വഴിയിൽ കാണുന്ന പോത്തുകളാണെങ്കിലും ഗട്ടറാണെങ്കിലും ചെളിയാണെങ്കിലും ഹമ്പാണെങ്കിലും ഒന്നും മിസ് ചെയ്യില്ല, ഒന്നും സ്പീഡ് കുറയ്ക്കില്ല. ഞാൻ നേരെ മറിച്ച് ഏറ്റവും സേഫസ്റ്റ് സ്പോട്ട് നോക്കി അതിലൂടെ വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് കൊണ്ട് നടക്കുന്ന ആളാണ്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയ സമയത്ത് ഞങ്ങളൊരു വാട്ടർഫാൾസ് കണ്ടു. വാട്ടർഫാൾസിലേക്ക് ആരും അധികം അത്ര ടൂറിസ്റ്റ് അട്രാക്ഷനൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ആ വാട്ടർഫാൾസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ഒരു വഴി നോക്കി. ഹൈവേ ആണ്, ഹൈവേയുടെ സൈഡിൽ നിന്ന് ദൂരേക്ക് കണ്ടതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവൻ വഴിയൊന്നും നോക്കില്ല, നേരെ ബാരിക്കേഡിൻ്റെ മുകളിലൂടെ ചാടിച്ച് അവൻ കണ്ട വഴിയെ അല്ലെ അവൻ സ്വന്തമായിട്ടൊരു വഴി ഉണ്ടാക്കി നേരെ വാട്ടർഫാൾസിലേക്ക് പോയി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഈ എക്സ്പൾസ് റൈഡേഴ്സൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ഇവന്മാർക്ക് അങ്ങനെ ഇന്ന വഴി പോകണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവന്മാരുടെയൊക്കെ തലയിലൂടെ എന്താ ഓടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് എൻ്റെ ഫ്രണ്ടിനോട് ഒന്ന് എക്സ്പൾസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തരുമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ആൾ തരുകയും ചെയ്തു. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് ഡ്രോബാക്സ് ഫീൽ ചെയ്തു. അതെന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് ഇതിൻ്റെ എൻജിനാണ്. നമ്മുടെ വണ്ടിയിൽ സ്മൂത്തായിട്ട് ഒരു എഫേർട്ടും ഇല്ലാതെ റോളിങ് വിത്തൗട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ വണ്ടിയിൽ അത് കിട്ടിയില്ല. ശരിക്കും അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പം ഒരു കുറച്ച് സമയമായിട്ടുള്ള വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരുവിധം സ്പീഡിലൊക്കെ നോക്കി, ഒരുവിധം RPM നോക്കി, അങ്ങനത്തെ ഒരു പോയിൻ്റ് മാത്രം എനിക്ക് ഈ വണ്ടിയിൽ കിട്ടിയില്ല.